വെള്ളം തിളച്ചു കേട്ടോ. കുടിക്കാനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിരുന്നത്. അമ്മ അടുപ്പത്ത് വെച്ചിരിക്കും. അമ്മ പോയി കടന്നു കേട്ടോ. ഞാന് രാത്രി വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷെ കുഞ്ഞാറ്റ ഉറങ്ങി. അതുകൊണ്ടാട്ടോ ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവള് ഉറങ്ങി, അല്ലെങ്കിൽ ഒന്നും സമ്മതിക്കില്ല. ഞാൻ എന്തായാലും ഇത്തിരി ചുക്കുപൊടി ഇട്ടേട്ടോ. കുറച്ച് ചോറിന്റെ പാത്രങ്ങളും ചോറ് വെച്ച കലം അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ട്. ഇത്ര ഉണ്ടായിരുന്നു അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ തീ ഒന്നും കൂടി ഇട്ട് ഞാൻ സാരില്ല, എല്ലാം തീയായി. കുറച്ച് പാത്രം വേഗം ഒന്ന് കഴുകിയെടുക്കട്ടെ. നമ്മൾ ഇതിനൊക്കെ ഇറങ്ങിപ്പിച്ച എന്താണെന്നറിയാം, നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയണത് നമ്മക്ക് ഇരിക്കാനൊരു വീട്. എന്തെങ്കിലും ദൈവം നമ്മളെ കണ്ണ് കണ്ടെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം വേണം കേട്ടോ. എന്നാലാണ് നമുക്ക് നാം പാതി ദൈവം പാതിന്നാണല്ലോ. ാണ് മോര് വെച്ചാന്ന് പറയാം. രാവിലേക്ക് പണി ഉണ്ടായില്ല, പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ടല്ലോ. അത് പിന്നെ പേടിക്കല്ലേ. രണ്ട് സൈഡും അതിലടച്ചാല്. കുറച്ചമ്മ പാത്രങ്ങൾ കഴുകി വെച്ചിരുന്നു കേട്ടോ. വെള്ളം എന്താണെന്നറിയോ, ഇപ്പൊ തന്നെ തിളപ്പിച്ച് വെക്കണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇപ്പൊ തന്നെ തിളപ്പിച്ച് വെച്ചാൽ രാവിലേക്ക്, ഇപ്പൊ നല്ല വെയിലായതുകൊണ്ടേ രാവിലേക്ക് നല്ല തണുത്ത് കിട്ടും. ഇപ്പൊ നല്ല ചൂടിലാണെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം കുടിക്കാം. രാവിലെ വെള്ളം തിളപ്പിച്ചാൽ നല്ല ചൂടായിരിക്കും. ചൂടാറാൻ ഈ വെയിൽ കാരണം ചൂടാറാനും ബുദ്ധിമുട്ടായിരിക്കും. ഉള്ളത് പറഞ്ഞാല് കഞ്ഞിയില്ല എന്ന് പറയണ പോലെ അതാണ് സത്യം. നമ്മളങ്ങനെ വിചാരിച്ചിട്ട് ഓരോ ചെയ്തിട്ടില്ലെങ്കിൽ എന്നാലും വെള്ളം അമ്മ കഴുകി വെച്ച് കേട്ടോ. എന്നാലും വെള്ളം ഒന്ന് ഒലമ്പി എടുക്കുക കേട്ടോ. ഇവിടെ ഈ ലൈറ്റൊക്കെ കുഞ്ഞു പാട്ടുകളൊക്കെ പോയി. അതിന് വേണ്ടിയിട്ട് അത് വേണ്ട പറഞ്ഞിട്ട് കണ്ടോ, ചെറിയ പ്രാണികളൊക്കെ പോകും. അപ്പൊ ഞാനേ ഒന്നുകൂടി ഒന്ന് വിളമ്പി എടുക്കും. ഇതൊക്കെ ഓരോന്ന് കുഞ്ഞാറ്റ തൊട്ടിയിലാണ് കേട്ടോ കിടക്കണത്. ഇനി ഓനെ വിരിയൊക്കെ ശരിയാക്കിയിട്ട് എന്നിട്ട് വേണമെങ്കിൽ ഉള്ള കട്ടുമ്മയ്ക്ക് എടുത്ത് കിടക്കണം. പണി ഇവിടെ ഒക്കെ ശരിയാക്കണം. ഇപ്പൊ ഒന്ന് അടുക്കി പെറുക്കി വെക്കട്ടെ കേട്ടോ. കുറച്ച് സമയം കിട്ടിയുള്ളെങ്കിലും നമ്മളൊക്കെ മനുഷ്യരല്ലേ, കുറച്ച് സമയം കിട്ടിയുള്ളെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കാന് ഒരു ചെറിയ നിമിഷം ഉള്ളെങ്കിലും ചെറിയൊരു ഇതുള്ളെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഞങ്ങള് രണ്ടുപേരുള്ളെങ്കിൽ ഇപ്പോ പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും മോറാൻ. കഞ്ഞി വാർത്തതും ചോറും കാലും
അങ്ങനെയല്ല, അപ്പൊ തന്നെ കഴുകിയിട്ടാല് രാവിലേക്ക് പണി ഉണ്ടാവില്ല. രാവിലെ പിന്നെ നമ്മള് എന്തെങ്കിലും ഇനി ചായയും കടി ഉണ്ടാക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുണ്ടെങ്കില് അപ്പൊ അതിന് വേഗം രാവിലെ നീച്ച കഴിക്കാൻ അതിന് നിൽക്കാണ്ട് പിന്നെ ഈ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ട് വേണം ഓരോ പണി തുടങ്ങണമെങ്കിൽ. എന്താ അറിയില്ല കേട്ടോ, അമ്മയും നേരത്തെ കടന്നു. ടി വി ഇല്ല കേട്ടോ, ടിവിത്തെ കാർഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പാവമ്മായി കുറച്ചേരം ഇരിക്കും. ഇന്നത്തെ ഉറങ്ങിയ പിന്നെ അതിന് പറ്റില്ല, ടി വി ഇടാനും പറ്റില്ല. ചെറിയ ശബ്ദം കേട്ടാ പോലും അവള് നീക്കും. അങ്ങനെയും പറ്റില്ല അവള്. അധികം അവള് നേരത്തെ ഉറങ്ങാറില്ല. ഇന്നിപ്പോ നേരത്തെ ഉറങ്ങിയിരിക്കുന്നു. 10 മണിയൊക്കെ ആയപ്പോഴത്തേനും വാവാവു വാവാവു പറഞ്ഞിട്ടുള്ള ഉറങ്ങി കിട്ടും. കഞ്ഞിവെള്ളം കൊണ്ടുപോയി അതിന്റെ ചോട്ടില് എന്താ ഇനി പറയാ, നായക്കരിമ്പ് എന്നൊക്കെ പറയൂട്ടോ. അത് നല്ലതാണ് നമ്മുടെ ഇതിലൊക്കെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയിച്ചു. ഞങ്ങളെപ്പോഴും നല്ല തണുപ്പിന് അതിന്. പിന്നെ ഈ ഉമ്മറത്ത് നിക്കണോണ്ടേ വെയിലിങ്ങനെ വന്നടിക്കണേന് ഒരു ആശ്വാസം കേട്ടോ. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടോ. ഇത് 2 ഗ്ലാസ് ചായ വെക്കട്ടെ. ഒരു ചായ കുടിച്ചില്ലെങ്കിൽ സുഖല്ല. ഉറക്കത്തിനൊരു സുമാറുണ്ടാവില്ല ചായ കുടിച്ചിട്ട്. പഞ്ചസാര ഇട്ടുട്ടോ. ഇപ്പൊ ചായപ്പൊടി ഇടാൻ മറന്നു. ഈ കറണ്ട് അടുപ്പ് ഭയങ്കര ഉപകാരാട്ടോ. എന്നുവെച്ചാ നമുക്ക് ഗ്യാസിൽ വെക്കണേക്കാളും നല്ല ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്നായി കിട്ടും. അതാണ് ഇതിന്റെ ഒരു ഉപകാരം. കുറച്ച് പാല് ഒഴിക്കട്ടെ ട്ടോ. രാവിലേക്ക് ഞാൻ കാച്ചി വെച്ചതാണ്. നല്ല വെള്ളം ചേർത്തിട്ട പാല് കാച്ചിയത്. ചൂടായാ മതി. അമ്മേനെ വിളിക്കട്ടെ കേട്ടോ. അമ്മ ചായ കുടിക്കണോ? ചായ വെച്ചു. 1 ഗ്ലാസ് ചായ കുടിച്ചോളൂ. ഞങ്ങള് തണുപ്പുള്ള സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. രാത്രി ഒരു കട്ടൻ ചായയും എന്തെങ്കിലും ഒരു ചായ വെച്ച് കുടിച്ചിട്ട് കിടക്കൂല. ആ ചൂട്ടോട് കൂടി കിടക്കും. വായ എണീറ്റില്ലേ? എന്ത് പറ്റി? എന്തപ്പോ പെട്ടെന്ന് തലവേദന എടുക്കാൻ? നിങ്ങൾ ആ വെയിലത്ത് കൂടെ നടന്നിട്ടായിരിക്കും. ഇന്ന് രാവിലെ നിങ്ങൾ ആ വെയിലത്ത് കൂടെ പോയിട്ട്, കടുത്ത വെയിലായിരുന്നു. ആ വെയിലത്ത് കൂടെ പോയിട്ട് അല്ലാണ്ട് എന്താ? ആ ഡപ്പയിലുണ്ടോ നോക്കിയേക്കാം. ചിലപ്പോ ആ ഡപ്പയിലുണ്ട്. ഞാൻ അപ്പൊ ആ ജനലിൽ ഇരിക്കണത്
എന്നതുള്ളതായിരിക്കും കേട്ടോ വിചാരിച്ച്. അമ്മയ്ക്ക് നല്ല തലവേദന. വിക്സ് ഉണ്ടായിരുന്നു, വിക്സ് കാണാനില്ല. അപ്പൊ അതാണ് ഇപ്പൊ അമ്മ തെരഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഈ കുട്ടികളെ ഇപ്പൊ എല്ലാരും കൂടി ചെറിയവരും മറ്റവരൊക്കെ കൊണ്ട് വന്ന അവര് ടീച്ചർ മാഷും കളിക്കാണ്. അപ്പൊ എന്തായാലും ഞങ്ങള് ചായ കുടിക്കട്ടെ കേട്ടോ. ചായ കുടിച്ചിട്ട് നല്ല ക്ഷീണം, ഉറക്കം വരുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ, നമ്മള് മെസ്സേജ് അയക്കുന്ന അവിടുത്തെ കമന്റ് ബോക്സിന്റെ അവിടെ നമ്മള് ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ടാറ്റാ.